മാധ്യമങ്ങളെ ആട്ടിയോടിക്കുന്ന, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ആക്രോശിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവോ മുഖ്യമന്ത്രിയോ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പിണറായി വിജയന് മുൻപ് കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ മാധ്യമപ്രവർത്തകരെ ഇത്ര കണ്ട് വില കുറച്ചു കാണുന്ന മറ്റൊരാൾ ഉണ്ടായിട്ടില്ലെന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് മുഖ്യമന്ത്രിക്ക് ചില മാധ്യമങ്ങളോടും ചില മാധ്യമ പ്രവർത്തകരോടുമുള്ള അയിത്തം. അന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പുറത്താക്കിയെങ്കിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴും മാധ്യമങ്ങളോടുള്ള മുഖം കറുപ്പിക്കലിന് മാത്രം കുറവൊന്നും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഓടി നടന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കും നല്ല റീച്ചുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുന്ന മുഖ്യനെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അഭിമുഖങ്ങളുടെ അതിപ്രസരമായിരുന്നു പിന്നീടുണ്ടായത്. മാധ്യമങ്ങളോട് വിയോജിപ്പ് കാണിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുത്തപ്പോൾ തോൽക്കുമെന്ന ഭയം കുടുങ്ങിയിട്ടാണോ എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത്. തിരക്കിട്ട അഭിമുഖങ്ങളും PR വർക്കുകളും കണ്ടപ്പോൾ മുഖ്യന് മാധ്യമങ്ങളോടുള്ള അലർജി മാറിയെന്ന് തെറ്റിദ്ധരിച്ച് പത്രസമ്മേളനം കവർ ചെയ്യാൻ പോയ കേരളത്തിലെ ചെറുതും വലുതുമായ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകരാണ് മണ്ടന്മാരായത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മാധ്യമപ്രവർത്തകരുടെ 3 ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകി ഇന്നത്തെ സമയം കഴിഞ്ഞെന്നും ഇനി നാളെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ തിരികെ എത്തി മറുപടി നൽകുകയായിരുന്നു. പാർട്ടി ചാനലായ കൈരളിയുടെ 2 ചോദ്യങ്ങൾക്കും പാർട്ടി പത്രം ദേശാഭിമാനിയുടെ 1 ചോദ്യത്തിന് മാത്രമാണ് ആദ്യം മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇതിനുശേഷം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങാനൊരുങ്ങുകയും ചെയ്തു. രാവിലെ മുതൽ മൈക്കും ക്യാമറയുമായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കവർ ചെയ്യാനായി കാത്തിരുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ചുരുക്കി പറഞ്ഞാൽ വടിപിടിച്ചു. എന്നാൽ പണ്ടത്തെ പോലെ തിരുവായിക്ക് എതിർവായില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ മാധ്യമപ്രവർത്തകരും തയ്യാറായില്ലെന്നതാണ് മറ്റൊരു സത്യം. ഇനിയും ചോദ്യങ്ങളുണ്ടെന്നും മറുപടി വേണമെന്നും മാധ്യമപ്രവർത്തകർ പറയുമ്പോഴും ഇനി നാളെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടന്നു പോവുകയായിരുന്നു. ഇതിനെ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ചോദ്യം ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വാർത്താ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണോ എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇതോടെയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയ മുഖ്യമന്ത്രി തിരികെ എത്തി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ ചോദ്യങ്ങൾക്കല്ല മുഖ്യമന്ത്രി തിരികെ വന്നപ്പോഴും മറുപടി കൊടുത്തത്. ചോദ്യങ്ങൾ മനസ്സിലുണ്ടായാൽ പോരെന്നും ചോദിക്കണമെന്നും ചോദിച്ചാൽ മറുപടി നൽകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകിയെന്നും ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർ ഏത് സ്ഥാപനത്തിലേതാണെന്നോ ആരാണെന്നോ താൻ ചോദിച്ചിട്ടില്ലെന്നും സമയം കഴിഞ്ഞതുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നതെന്നും പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി തിരികെ പോവുകയായിരുന്നു. CPIM BJP RSS സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2017 ജൂലൈ 21 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയും BJP നേതാക്കളും തമ്മിൽ നടന്ന സമാധാന ചർച്ച റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പുറത്താക്കിയ സംഭവം വലിയ വിവാദങ്ങളാണ് അന്നുണ്ടാക്കിയത്. അതിനുശേഷവും പല സന്ദർഭങ്ങളിലും മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനങ്ങളും പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടുന്നത് 3ാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തെ ബാധിക്കുമെന്നാണ് ഈ സംഭവത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്നത്. മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടെന്നുമുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറന്നുപോയതാണോ അതോ അറിയാത്തതാണോ എന്നും ചോദ്യമുയരുന്നുണ്ട്. എന്തായാലും വിവാദങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകുമോ, കൂടുതൽ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.